ഹായ് മച്ചാമാരെ, ട്രിവാൻഡ്രം മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ നമ്മളെല്ലാവരും രാവിലെ തന്നെ മൂകാംബിക ദേവിയെ ഒരിക്കൽ കൂടെ തൊഴുതതിനു ശേഷം മുരുടേശ്വരത്തേക്ക് യാത്ര തിരിച്ചു. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 8 മണിയോടെയാണ് മുരുടേശ്വരം ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത്. മച്ചാമാരെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഏകദേശം 9:30 നമ്മൾ മുരുടേശ്വരം ക്ഷേത്രത്തിലെത്തി. ഇനി നമുക്ക് ക്ഷേത്രത്തിൽ വരുന്നവർ അറിയേണ്ട കാര്യങ്ങളും പിന്നെ ക്ഷേത്രത്തിലെ ഐതിഹ്യവും മനോഹര കാഴ്ചകളിലേക്കും നമുക്ക് പോകാം. കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. അറേബ്യൻ കടലിന് സമീപത്തുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൃഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്കൊന്ന് പോകാം. അമർത്യത നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ആഗ്രഹിച്ചു. ദേവഗണങ്ങൾക്ക് ഇതു സാധ്യമായത് ശൈവപ്രതീകമായ ആത്മലിംഗത്തെ പൂജിച്ചതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. തീവ്രമായ പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും ശിവന് പ്രസാദിക്കുവാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു. അപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി നൽകിയപ്പോൾ അതു ലങ്കയിലെത്തി യഥാസ്ഥാനത്തു സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി നൽകി. ഈ സംഭവം അറിഞ്ഞ നാരദമുനി സ്വതേ അഹങ്കാരിയായ രാവണൻ ആത്മലിംഗം കൈവശപ്പെടുത്തിയതിൽ ആശങ്കാകുലനാകുകയും മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിക്കുകയും ചെയ്തു. സൂര്യാസ്തമയത്തോടനുബന്ധിച്ചുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാവണൻ എന്ന് മനസ്സിലാക്കിയ ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കുവാനുള്ള ഉപായം കണ്ടെത്തി. ആത്മലിംഗം കൈകളിൽ വഹിച്ച് രാവണൻ ഗോകർണത്തെത്തിയപ്പോൾ മഹാവിഷ്ണു മായയാൽ സൂര്യനെ മറച്ച് അസ്തമയ ഛായ സൃഷ്ടിച്ചു. പ്രതീക്ഷിച്ചതിലും വേഗം അസ്തമയം ആണെന്ന് ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് പൂജകൾ നടത്തുവാൻ കഴിയാതെ വിഷണ്ണനായി. തദവസരത്തിൽ ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തി. വിശ്വസ്തനായി തോന്നിയ ആ ബ്രാഹ്മണ ബാലനോട് പൂജകൾ നടത്തി താൻ തിരികെ വരുന്നതുവരെ നിലത്ത് വയ്ക്കാതെ കൈകളിൽ തന്നെ വഹിച്ചുകൊള്ളണമെന്ന അഭ്യർത്ഥനയോടെ ആത്മലിംഗം രാവണൻ കൈമാറി. എന്നാൽ രാവണൻ പൂജകൾ നിർവഹിച്ചു തിരിച്ചു വരുന്നതിനു മുൻപേ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തൻ്റെ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു. അബദ്ധം പറ്റിയെന്നു മനസ്സിലാക്കി പരിഭ്രാന്തനെ തിരിച്ചെത്തിയ രാവണനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപേ ഗണപതി ആത്മലിംഗം നിലത്ത് വയ്ക്കുകയും ലിംഗം നിലത്തുറച്ചു പോവുകയും ചെയ്തു. കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചു. രാവണന്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി ചിതറുകയും ലിംഗത്തിൻ്റെ മുകൾ ഭാഗം ഉൾപ്പെടുന്ന ഖണ്ഡം കുറച്ചകലെയുള്ള സൂരത്കൽ എന്ന പ്രദേശത്ത് ചെന്നു പതിക്കുകയും ചെയ്തു. തുടർന്ന് രാവണൻ ലിംഗത്തിൻ്റെ പേടകവും പേടകത്തിൻ്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഒരേ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു. ഇവയിൽ ആവരണം വന്നു പതിച്ച കന്തുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ക്ഷേത്രത്തിലെ പൂജാ സമയം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 123 അടി ഉയരമാണ് ശിവപ്രതിമയ്ക്കുള്ളത്. മുരുടേശ്വരം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ശിവരൂപം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ രാജഗോപുരം. 249 അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച ഈ ഗോപുരത്തിൻ്റെ കവാടത്തിൽ 2 ഗജവീരന്മാരുടെ ശില്പങ്ങളും എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഈ ശില്പങ്ങൾക്ക് പുറമെ ഗീതോപദേശം, 7 കുതിരകളെ പൂട്ടിയ രഥത്തിലേറിയ സൂര്യഭഗവാൻ തുടങ്ങിയ ശില്പങ്ങളും ഇന്ന് മുരുടേശ്വര ക്ഷേത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്. രാമനാഗപ്പ ഷെഡ്ഡി എന്ന ധനികനായ വ്യവസായിയാണ് ഇതെല്ലാം ഇവിടെ ചെയ്തത്.
ഈ രാജഗോപുരത്തിൽ മൊത്തം 20 നിലകളാണ് ഉള്ളത്. ലിഫ്റ്റ് മാർഗം നമുക്ക് മുകളിലേക്ക് പോകാവുന്നതാണ്. 10 വയസ്സിന് താഴെയുള്ളവർക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് ചാർജ് വരുന്നത്. രാജഗോപുരത്തിൻ്റെ മുകളിൽ കയറിയാൽ ചതുർബാഹുവായ ശിവഭഗവാന്റെയും അതുപോലെ തന്നെ അറബിക്കടലിൻ്റെയൊക്കെ മനോഹര കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മുരുടേശ്വര ക്ഷേത്രം മിസ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം മിഷ സൈനിങ് ഓഫ്.